ആലപ്പുഴ ജില്ലയിൽ തലവടി പഞ്ചായത്തിൽ നീരേറ്റുപുറത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് ചക്കുളത്ത് ദേവി ക്ഷേത്രം. സ്ത്രീകളുടെ ശബരിമല എന്നാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത്. ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം എന്നീ ജില്ലകളുടെ അതിർത്തിയിൽ മണിമലയാറിന്റെയും പമ്പാ നദിയുടെയും സംഗമ സ്ഥാനത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വനദുർഗ സങ്കല്പത്തിൽ ആദിപരാശക്തി 8 കരങ്ങളോടുകൂടിയ ഭഗവതി ചക്കുളത്തമ്മ എന്നറിയപ്പെടുന്നു. ചണ്ടമുണ്ടന്മാരുടെ വധത്തിന് ശേഷം ദേവി രക്തബീജനുമായി യുദ്ധം ചെയ്തു. ഓരോ തുള്ളി രക്തത്തിൽ നിന്നും പുനർജനിക്കാൻ കഴിയുന്ന രക്തബീജനെയും ദേവി വധിച്ചു. അതിനുശേഷം നിസുംഭന്റെ ഗളം ഛേദിച്ചു. അനുജന്റെ മരണമറിഞ്ഞെത്തിയ ശുംഭൻ അന്തിമ പോരാട്ടത്തിനായി രണഭൂമിയിലെത്തി. 10,000 കരങ്ങളുള്ള ഒരു ഘോര അസുരനായി അവൻ മാറി. ദേവി അവന്റെ 10,000 കരങ്ങളും ഛേദിച്ച് ഭൂമിയിലേക്ക് എറിഞ്ഞു. പിന്നീട് തന്റെ തൃശൂലത്താൽ ശുംഭനെ നിഗ്രഹിച്ച ഭദ്രകാളി തന്റെ അവതാര ലക്ഷ്യം പൂർത്തിയാക്കിയിട്ട് മൂലപ്രകൃതിയായ ദുർഗയിലേക്ക് മറഞ്ഞു. ദേവന്മാർക്ക് തന്റെ എല്ലാ ശക്തിയും തിരിച്ചു കിട്ടി. അവർ അമ്മയെ പ്രകീർത്തിച്ചു. അവിടെ ആ സമയം പ്രത്യക്ഷപ്പെട്ട നാരദമുനി സൃഷ്ടി, സ്ഥിതി, സംഹാരം കർമ്മങ്ങൾക്ക് ശക്തിയും സാക്ഷിയുമാകാൻ ദേവി എന്നും ഈ പ്രപഞ്ചത്തിൽ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുമെന്ന് പ്രവചിച്ചു. സർവ്വ ഐശ്വര്യത്തിന്റെ ഒരു ദീപമാണ് ചക്കുളത്തുകാവിൽ സ്ഥിതി ചെയ്യുന്ന ഭഗവതി. അന്നപൂർണേശ്വരിയായ ദേവിക്ക് മുന്നിൽ സ്ത്രീകൾ വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക ദിവസം പൊങ്കാല അർപ്പിക്കുന്നുണ്ട്. പൊങ്കാലയെ തുടർന്ന് കാർത്തിക സ്തംഭം കത്തിക്കുന്നു. ലക്ഷദീപം, ധനുമാസത്തിലെ 30 വെള്ളിയാഴ്ചയിലെ നാരീ പൂജ, വിളിച്ചു ചൊല്ലിയുള്ള പ്രാർത്ഥന, ലഹരി വിമോചന പ്രതിജ്ഞ തുടങ്ങിയ ചടങ്ങുകളും ഇവിടെ പ്രസിദ്ധമാണ്. മനസ്സുരുകി വിളിച്ചാൽ തീർച്ചയായും നമുക്ക് ദേവീ സാന്നിധ്യം ലഭ്യമാകും. പണ്ട് ഇവിടം വലിയൊരു വനപ്രദേശമായിരുന്നു. നട്ടുച്ചയ്ക്ക് പോലും സൂര്യപ്രകാശം കടന്നു വന്നിരുന്നില്ല. അക്കാലത്താണ് ഒരു വേടനും കുടുംബവും വിറക് ശേഖരണത്തിനായി ഇവിടെ എത്തുന്നത്. വനത്തിലെത്തിയ വേടന്റെ അടുത്തേക്ക് ഒരു സർപ്പം പാഞ്ഞു വന്നു. പ്രാണരക്ഷാർത്ഥം വേടൻ ആ സർപ്പത്തെ മഴുകൊണ്ട് ആഞ്ഞു വെട്ടി. വെട്ടുകൊണ്ട സർപ്പം ആ വനത്തിനുള്ളിലേക്ക് പോയി. പിന്നീട് ഇതേ സർപ്പത്തെ ഒരു കുളത്തിന്റെ കരയിൽ ഒരു പുറ്റിനരികിലായി വേടൻ കണ്ടു. വേടൻ വീണ്ടും ആ സർപ്പത്തെ ആക്രമിച്ചു. പുറ്റുപൊട്ടി ജലപ്രവാഹം ഉണ്ടായി. അമ്പരം നിന്ന വേടന്റെ മുന്നിലേക്ക് ഒരു സന്യാസി പ്രത്യക്ഷപ്പെട്ടു. വെള്ളത്തിന് പാലും തേനും കലർന്ന നിറം വരുമ്പോൾ ജലപ്രവാഹം നിൽക്കുമെന്നും പറഞ്ഞ് സന്യാസി വേടനെ ആശ്വസിപ്പിച്ചു. പുറ്റിനകത്ത് പരാശക്തി ജലസേന നടത്തിയ വെള്ളമാണിതെന്നും പുറ്റുപൊളിച്ചു നോക്കിയാൽ ഒരു വിഗ്രഹം കാണാമെന്നും പറഞ്ഞു. അതിനെ വനദുർഗ എന്ന് വിശേഷിപ്പിച്ച് ആരാധിച്ചാൽ സർവ്വ ഐശ്വര്യങ്ങളും വന്നുചേരുമെന്നും പറഞ്ഞ് സന്യാസി വിഗ്രഹം പുറത്തെടുത്തു. വിഗ്രഹ പ്രതിഷ്ഠയും നടത്തി. തുടർന്ന് സന്യാസി അപ്രത്യക്ഷമായി. അന്ന് രാത്രി വേടന് സ്വപ്നത്തിൽ ഒരു സന്യാസിയായി വന്നത് നാരദമുനിയാണെന്ന് മനസ്സിലായി. ആ വിഗ്രഹം തന്നെയാണ് ഇപ്പോഴും ചക്കുളത്തുകാവിലുള്ളത്. ശിവലിംഗ രൂപത്തിലാണ് അമ്മയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അതിനുശേഷം വേടനും കുടുംബവും ആ വനത്തിൽ തന്നെയാണ് കഴിയുന്നത്. അവർ ഉണ്ടാക്കുന്ന ഭക്ഷണം അമ്മയ്ക്ക് നിവേദിച്ചതിന് ശേഷം മാത്രമേ അവർ കഴിച്ചിരുന്നത്. ഒരു ദിവസം കൃത്യസമയത്ത് അമ്മയ്ക്ക് നിവേദ്യം അർപ്പിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ പാചകത്തിനായി മരച്ചുവട്ടിലെത്തിയപ്പോൾ കലം നിറയെ ചോറും കറികളും കായ്കനികളുമാണ് വേടനും കുടുംബവും കണ്ടത്. അപ്പോൾ ഒരു അശരീരിയും കേട്ടു. മക്കളെ, ഇത് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. ആവശ്യത്തിന് കഴിച്ച് വിശ്രമിക്കുക. നിങ്ങളുടെ നിഷ്കളങ്ക ഭക്തിയിൽ ഞാൻ സന്തുഷ്ടയാണ്. തീരാ ദുഃഖങ്ങളിൽ പോലും എന്നെ കൈവിടാത്തവർക്ക് ഞാൻ ദാസിയും തോഴിയുമാണ്. ഭക്തിയോടുകൂടി ആരെന്നെ വിളിച്ചാലും അവരോടൊപ്പം ഞാൻ എപ്പോഴും ഉണ്ടാകും. ഈ ഓർമ്മ പുതുക്കാനാണ് ചക്കുളത്തുകാവിൽ ജനലക്ഷങ്ങൾ പൊങ്കാലയിടുന്നത്. പൊങ്കാലയിടുന്നതിന് ഇത്ര ദിവസം വ്രതം എന്നൊന്നുമില്ല. പകലുറക്കം പാടില്ല. പൊങ്കാലയിടുന്ന ദിവസം ദേവിയെ കണ്ടു വണങ്ങിയ ശേഷം പൊങ്കാലയിടാൻ ശ്രമിക്കുക. അമ്മയോട് അനുവാദം ചോദിക്കലാണിത്. അതിന് കഴിയാത്തവർ മനസ്സിൽ ദേവിയെ സ്മരിച്ച് അനുവാദം വാങ്ങുക. പൊങ്കാല അടുപ്പിന് തീ തെളിച്ച ശേഷം മാത്രമേ ജലപാനം പാടുള്ളൂ. പൊങ്കാല തയ്യാറാക്കിയ ശേഷം മാത്രമേ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ. തിരുമേനി വന്ന് തീർത്ഥം തളിച്ചാൽ മാത്രമേ പൊങ്കാല സമർപ്പണം പൂർത്തിയാകൂ. ഭക്തർ പൊങ്കാലയിടുമ്പോൾ അവരിൽ ഒരാളായി അമ്മയും കൂടെ കാണും എന്നാണ് വിശ്വാസം.